ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് കൽപ്പറ്റ ടൗണിൽ നല്ല വ്യൂ ഉള്ള ലാൻഡ്. എന്നാൽ ടൗണ് പരിസരത്തായിരിക്കണം, അതായത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ആയിരിക്കണം, നല്ല ക്ലൈമറ്റ് വേണം, നല്ല വ്യൂ വേണം, അങ്ങനെയുള്ളൊരു ലാൻഡ്. ഒരുപാട് എൻക്വയറി പല പ്രാവശ്യമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റുന്നൊരു ലാൻഡാണിത്. നമ്മൾ സ്ഥലം കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലാണ്. കൽപ്പറ്റ ടൗണിൽ നിന്ന് 2.5 കിലോമീറ്റർ വ്യത്യാസം. റോഡുണ്ട്, നല്ല അടിപൊളി റോഡാണ്. റോഡ് ഫ്രണ്ടേജ് ഉണ്ട്, നല്ല വ്യൂ ആണ്. വ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സൂപ്പർ വ്യൂ ആണ്. നല്ല വ്യൂ, റിസോർട്ടിനൊക്കെ പറ്റുന്ന നല്ല ഏരിയ, നല്ല ഒരുപാട് റിസോർട്ടൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ലാൻഡ് നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. 63 സെൻറ്റ് ലാൻഡാണ്. അത്യാവശ്യം റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. നമുക്ക് എല്ലാ സൗകര്യമുള്ള ഏരിയയാണ് കൽപ്പറ്റ. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാൻ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നല്ലൊരു ലാൻഡ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ കൽപ്പറ്റ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. കൽപ്പറ്റ ടൗണിൽ നിന്ന് മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഒരു 300 മീറ്ററോളം പോന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ വലത്തോട്ടൊരു റോഡുണ്ട്. നമ്മൾ വിനായക എന്നാണ് ഇവിടെ പറയുക, വിനായക. ഈ വിനായക വഴിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ടൗണിൽ തന്നെയാണ് കേട്ടോ, കൽപ്പറ്റ ടൗണിൽ തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ പോകേണ്ടി വരും. ഇത് കൽപ്പറ്റ മേപ്പാടി റോഡാണ്. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലത്തെത്താം. ബാക്കി ഞാൻ സ്ഥലത്ത് എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അത്യാവശ്യം നല്ല ഏരിയ ആണ് കേട്ടോ. നമ്മൾ വന്ന വഴിയാണ് എൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നത്. എൻ്റെ ഇടത്ത് സൈഡിൽ നിങ്ങൾ കാണുന്ന സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്ഥലം. ഏതാണ്ട് ആ ഒരു കാറ് നിൽക്കുന്ന അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങാണ്. ഈ റോഡും നേരെ കൽപ്പറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. കൽപ്പറ്റ KSRTC ഗാരേജിൻ്റെ അടുത്തേക്കാണ് ആ റോഡ് എത്തുന്നത്. ഇതും കൽപ്പറ്റ ടൗണിൽ നിന്ന് വരുന്ന റോഡാണ്. ഇത് 71 മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. ഈ സ്ഥലം 63 സെൻറ്റ് സ്ഥലമാണ്. ഈ റോഡ് ഫ്രണ്ടേജ് നമുക്ക് 71 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട്. 63 സെൻറ്റ് സ്ഥലം. ഇങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത്. റോഡിൽ നിന്ന് കുറച്ച് ഹൈറ്റിലാണ് കിടക്കുന്നത്. നല്ല ഭംഗിയുള്ള ലാൻഡാണ്. സൈഡിൽ കൂടെ റോഡ് നമുക്ക് മേലോട്ട് വേറെ ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്കിപ്പോൾ കുറച്ച് നേരം കൊണ്ട് കാണാം. അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള നല്ല ലാൻഡാണ്. ഇവിടെ ഒരു വില്ല പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ. അതിൻ്റെ മതിലാണ് നമ്മൾ കാണുന്നത്. അത് ഓൾമോസ്റ്റ് തീർന്നാണ്, വിൽപ്പനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ വില്ല പ്രൊജക്റ്റാണ്. അപ്പം നമുക്ക് വില്ല പ്രൊജക്റ്റും റിസോർട്ടിനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഈ റോഡും കൂടെ നമുക്കുണ്ട്. മേലോട്ട് റോഡുണ്ട്, ഒരു പുതിയ റോഡാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവർ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. മേലെ വേറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ വലത്ത് സൈഡിൽ കാണുന്നതാണ് നമ്മളെ ലാൻഡ്. അത് മേലെ വരെ ഉണ്ട് കേട്ടോ. ഈ റോഡ് അത്യാവശ്യം നമുക്ക് മേലെ വരെ ഉണ്ട്. 63 സെൻറ്റ് സ്ഥലമുണ്ടല്ലോ. ഈ റോഡ് വെട്ടിയ മണ്ണാണ് സൈഡിൽ കൂട്ടിയിട്ട് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി എന്താ വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ വ്യൂ. ചെമ്പ്രമലേൻ്റെ സൂപ്പർ വ്യൂ ആണ്. അതായത് ചെമ്പ്ര നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. രസമുള്ളൊരു വ്യൂ ആണ് ഇത്. നമ്മളെ സ്ഥലത്തിൻ്റെ 63 സെൻറ്റിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് ഈ വ്യൂ ആണ് കിട്ടുന്നത്. നമുക്ക് മെല്ലെ സ്ഥലത്തേക്കൊന്ന് കയറാം. സ്ഥലത്തേക്ക് കയറിയിട്ടുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സാധ്യ വ്യൂ ആട്ടോ. ചെമ്പ്രമലേൻ്റെ 2100 മീറ്റർ ഉയരത്തിലുള്ള വയനാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള മലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലൊരു തടാകമുണ്ട്, ഹൃദയ സരസ് എന്നാണ് അതിൻ്റെ പേര്. ഈ മലേൻ്റെ മുകളിൽ അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. ഒരു ദിവസം 200 പേർക്കാണ് ട്രക്കിങ്ങിന് അവസരമുള്ളത്.
അതുകൊണ്ട് ചെമ്പ്രമല കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു മലയാണ്. ഈ ഒരു ഭംഗി എല്ലാ മലയ്ക്കും ഇല്ല. വയനാട്ടിലുള്ള കാഴ്ചയ്ക്ക് ഭയങ്കര രസമാണ് മല കാണാൻ. നമുക്കിനി ഈ സ്ഥലത്തിൻ്റെ മോൾ സൈഡ് അവിടെ ഒരു മരം നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരു പനയാണ്. ആ പനേൻ്റെ അവിടം വരെ നമ്മുടെ സ്ഥലമുണ്ട്. ഇനി ഈ സ്ഥലത്തിൻ്റെ ഉള്ളൊന്ന് കയറി കാണാം. ഇത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. നമുക്ക് ടൗൺ വളരെ അടുത്താണ്. നമുക്ക് വൈത്തിരി തൊട്ടടുത്താണ്, മേപ്പാടി അടുത്താണ്, ചൂരൽമല ഭാഗമൊക്കെ നമുക്ക് ഇവിടുന്ന് അടുത്താണ്. കൂടാതെ നമുക്ക് അമ്പലവയൽ ആ ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് അടുത്താണ്. കൽപ്പറ്റ ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് സ്കോപ്പ് ഉണ്ട്. ഈ സ്ഥലം എടുത്ത് അതിൽ വല്ല ഹോം സ്റ്റേയോ റിസോർട്ടൊക്കെ ചെയ്താൽ സ്ഥലത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ്. അത്യാവശ്യം നല്ല മരങ്ങളുണ്ട് ഇപ്പം നിലവിൽ ഈ സ്ഥലത്ത്. അപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള മരങ്ങൾ ഒഴിവാക്കിയാൽ മതി. ഇവിടെ കൺസ്ട്രക്ഷനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പേപ്പറൊക്കെ പക്കാ ക്ലിയറാണ്. വെള്ളത്തിന് ഇവർ തന്നെ, ഈ സ്ഥലത്തിൻ്റെ ഓണർ തന്നെ ഇതിൻ്റെ താഴെ ഒരു വയലുണ്ട്, അവിടെ സ്ഥലമുണ്ട്. അത് നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തരും, വെള്ളത്തിൻ്റെ സൗകര്യം. അങ്ങനെയൊക്കെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഒരു സ്ലോപ്പാട്ടോ. സ്ലോപ്പ് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മേലെ പോയി നോക്കിയാൽ ചെമ്പ്ര ഭയങ്കര ക്ലോസ് ആയിട്ട് കാണാം നമുക്ക്. ഇപ്പോൾ 63 സെൻറ്റ് സ്ഥലമുള്ളത്. ഇത് നമുക്ക് ഒരു 20 സെൻറ്റൊക്കെ ആയിട്ട് വേണമെങ്കിൽ 3 പ്ലോട്ടാക്കാം. അതിന് തയ്യാറാണ്. ഒരുമിച്ചാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൊടുക്കും. എല്ലാ ആക്സസും ഉണ്ട്. ടൗൺ അടുത്താണ്. നല്ല പ്രൈവസി ഉണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നൊരു 3-4 റിസോർട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ തിരിഞ്ഞ് വന്ന വഴിക്ക് ഒരു 3-4 റിസോർട്ടുണ്ട്. നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ ഈ വില്ല പ്രൊജക്റ്റാണ്. അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഗുണം കിട്ടുന്നൊരു ഏരിയ ആണ്. നല്ല സ്ലോപ്പാണ്. നല്ല സ്ലോപ്പ് പറഞ്ഞാൽ വലിയ സ്ലോപ്പ് എന്നല്ല, നമുക്ക് കൺസ്ട്രക്ഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ലോപ്പാണ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഭംഗി. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഇത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്കറിയാലോ അത്യാവശ്യം നല്ല വിലയുണ്ട്. എന്ന് വിചാരിച്ച് ഇതിന് ഭയങ്കര വിലയൊന്നും ചോദിക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു വില തന്നെ ഈ സ്ഥലത്തിൽ ചോദിക്കുന്നുള്ളൂ. സെൻറ്റിന് 2.5 ലക്ഷം രൂപയാണ് ഇവർ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.